എമ്പുരാൻ മൂവി നല്ല ഹോളിവുഡ് ബോളിവുഡ് സ്റ്റൈൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പടം ഒന്നും പറയാനില്ല. മലയാള സിനിമയാണോ കാണുന്നത് നമുക്കൊരു സംശയമൊന്നും. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. എന്നാലും കുറച്ച് നെഗറ്റീവ് പറയാതിരിക്കാൻ പറ്റില്ല. ലൂസിഫർ കണ്ട അത്രയും ഒരു ഒരു സ്പാർക്കൊന്നും ഈ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും പടം മൊത്തത്തിൽ ആ രണ്ടും രണ്ട് തരം മേക്കിംഗാന്ന് എനിക്ക് തോന്നി. ഇത് കണ്ടപ്പോൾ ഇത് കഥയ്ക്കനുസരിച്ച് മാറ്റം വന്നല്ലോ. എബ്രഹാം ഖുറേഷിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് വിദേശ രാജ്യങ്ങളും കാര്യങ്ങളും കാണിക്കേണ്ടി വരും. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പിക്ചറൈസേഷനിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, മലയാളികൾ ഒരു പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പിൽ മോഹൻലാൽ ഒരു പടം കാണുമ്പോൾ നമ്മൾ മോഹൻലാലിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്തായാലും പ്രതീക്ഷിക്കും. അത് മലയാളികളൊരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ഫാൻസുകാരുടെ ഒരു സ്വഭാവമാണ്. അതിൽ നിങ്ങൾ ഒരു കാരണവശാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യത്തിൽ പൃഥ്വിരാജ് കുറച്ച് ബാക്കിൽ പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങോട്ട് കിട്ടിയില്ല, മോഹൻലാലിനെ വേണ്ട വിധത്തിൽ നമുക്കങ്ങോട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു. വളരെ കുറച്ച് സമയത്തേക്ക് എന്താണ് സ്ക്രീനിൽ മോഹൻലാലിനെ കൊടുത്തിട്ട് അങ്ങോട്ട് തീർത്തു എന്നുള്ള രീതിയിലൊരു ഫീല് നമുക്ക് വരും. പക്ഷേ ഉള്ള സമയം പൊളിച്ചു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എബ്രഹാം ഖുറേഷി അങ്ങോട്ട് പഞ്ചായില്ല, അതൊരു സത്യമാണ്. പക്ഷേ ലാലേട്ടൻ മുണ്ടും മടയ്ക്കുക, നമ്മുടെ മലയാളികൾ പറയുന്നത് ലാലേട്ടൻ മുണ്ടും മടയ്ക്കുക, അതൊരു റൊമാൻറ്റിക് വേഷനാണ്. ഒരു രക്ഷയില്ല. ആ ഒരു സീൻ പൊളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ മുണ്ടും മടക്കി വരുന്ന സീനൊക്കെ ഒരു രക്ഷയില്ല. പക്ഷേ എബ്രഹാം ഖുറേഷി അതങ്ങോട്ട് തൃപ്തിപ്പെടാൻ പറ്റിയില്ല. ഒരു ഇൻട്രോ ഒക്കെ ഓക്കെ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, അവിടെ ലാലേട്ടൻ അങ്ങോട്ട് ഒന്ന് പഞ്ചിലേക്ക് ഒന്നങ്ങോട്ട് ഇങ്ങോട്ട് ഉഷാറാക്കി ആ കഥാപാത്രത്തിലേക്ക് ഇറക്കാൻ പൃഥ്വിരാജിന് പറ്റിയില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ലാലേട്ടനും ആ നടത്തത്തിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കുറച്ചതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താമെന്നുള്ള എൻ്റെ ഒരു ഫീലാണ് കേട്ടോ. എനിക്കിനി അറിയില്ല. മൊത്തത്തിൽ എൻ്റെ ഫീൽ ഞാൻ പറയാം, ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. എൻ്റെ ഫാമിലി മൊത്തം കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്, നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അങ്ങോട്ട് കത്തിയില്ല അത്. പക്ഷേ പടം മൊത്തത്തിൽ കത്തി. എന്തായാലും കയറും, നല്ല റേഞ്ചിൽ തന്നെ പടം കയറും, അതിലൊരു സംശയമില്ല. മഞ്ജു വാര്യർ ഉള്ള കഥാപാത്രം തകർത്തഭിനയിച്ചിട്ടുണ്ട്. അതിൽ ടൊവിനോയുടെ ജിതിൻ എന്നുള്ള കഥാപാത്രം ഒന്നും പറയാനില്ല. ആദ്യം കണ്ട അതായത് ലൂസിഫറിൽ നിന്ന് കണ്ടതൊന്നും വ്യത്യസ്തമായി കുറച്ച് നെഗറ്റീവ്സൊക്കെ കയറി വന്ന് അങ്ങോട്ട് തകർത്ത് അങ്ങോട്ട് പോയി. നല്ല രസമായിട്ടുണ്ട്. ടൊവിനൊക്കെ സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഇപ്പോൾ ഈ മോഹൻലാലിനെ പറയുന്ന പോലെ തന്നെ അങ്ങോട്ട് നമുക്ക് മുഴുനീളമായിട്ട് ആ കഥാപാത്രം സിനിമയിലൊന്നുമില്ല. ഇതെന്താണെന്നുണ്ടെങ്കിൽ ഒരു മുരളി ഗോപി പടമാണ്, അതെനിക്ക് മനസ്സിലായി. മുരളി ഗോപി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതേ തരത്തിൽ അങ്ങോട്ട് പൃഥ്വിരാജ് 100% കഥയ്ക്കൊന്നി ഒരു സംവിധാനം ചെയ്തു പടം. അപ്പോൾ അതിൽ വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് അത്ര സമയം വന്നു പോകാൻ പറ്റുള്ളൂ. അതിലൊക്കെ നമ്മുടെ ലാലേട്ടനും പെട്ടു. അതൊരു നിരാശയാവും ചെയ്തു. വേണ്ട വിധത്തിലൊരു പഞ്ച് ഡയലോഗും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും നമുക്ക് കിട്ടിയില്ല. വളരെ കുറച്ച് ഡയലോഗൊക്കെ ലാലേട്ടനുള്ളൂ, ബാക്കിയൊക്കെ ആക്ഷൻ സീക്വൻസുകളാണ്. എന്നാലും മോശമില്ല, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഉള്ളിലൊരു വിഷമമുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു വിഷമമുണ്ട്. വേണ്ട വിധത്തിൽ അങ്ങോട്ട് കിട്ടിയില്ല. ഓക്കെ, പിന്നെ മ്യൂസിക് ഓക്കെ, കൊള്ളാം, കത്തി കയറിയിട്ടുണ്ട്. അതൊന്നും ദീപക് ദേവ് നല്ല രീതിയിൽ തന്നെ അതും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ കഥയൊന്നും പറയുന്നത് ശരിയല്ലെങ്കിലും എന്തായാലും ഒരു സിനിമ ആകുമ്പോൾ നായകനും ഉണ്ടാവും, പ്രതിനായകന്മാരും ഉണ്ടാവും. എന്തായാലും പ്രതിനായകന്മാരിൽ 1-2 പേരും എന്തായാലും കൊല്ലപ്പെടും, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ പടത്തിലെ ഒരു അവസരത്തിൽ ഇതിൽ ഒരു പ്രധാന വില്ലനെ കൊല്ലുന്നൊരു സീൻ കണ്ടപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് തോന്നി. ഞാൻ കാരണം എല്ലാ പടം അത്യാവശ്യം കാണുന്നതാണ്. നമ്മുടെ ജോജു ജോർജിന് ആ പടം കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ സിനിമയിലെ ക്ലൈമാക്സ് അല്ലേ പൃഥ്വിരാജ് ഇങ്ങോട്ട് എടുത്തു വെച്ചിരിക്കും തോന്നും. കാരണം നമ്മൾ പണിയിലാണ്. അത്രയും നല്ലൊരു ക്ലൈമാക്സ് കണ്ട് കൈയടിച്ച് നീറ്റിന്ന് കൈയടിച്ചിട്ട് ഞാനൊക്കെ. കാരണം നമ്മളങ്ങനെ ദേഷ്യത്തിൽ ആ വില്ലനെ അങ്ങോട്ട് കത്തിച്ചാമ്പലാവണമെന്ന് നമ്മൾ മനസ്സിൽ അത്ര ആഗ്രഹിക്കുന്നൊരു വ്യക്തിനെ ഒരു ബോംബ് വെച്ച് അങ്ങോട്ട് പൊട്ടിച്ച് നശിപ്പിച്ച് കളയാണ് ആ പടത്തിൽ. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം ഈ സിനിമയിലും കൊണ്ടുവന്നു.
അപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പണി സിനിമ ഓർമ്മ വന്നു കേട്ടോ. അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. പിന്നെ എല്ലാവരും കാത്തിരുന്ന ആ സംഭവം ഏത്, ആ ഡ്രാഗണിൻ്റെ പിക്ചറുള്ള ഷർട്ട് ഇട്ടുള്ള ആ വില്ലൻ കഥാപാത്രം ആരാണെന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ തിരഞ്ഞെടുക്കായിരുന്നു. അതിനുത്തരം ഞാൻ പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, എനിക്ക് സത്യത്തിൽ അത് ആരാന്ന് മനസ്സിലായില്ല. ഭയങ്കര ഒരു പ്രതീക്ഷ, ആ സാധനം നമ്മൾ വിചാരിക്കുന്നവരാരെങ്കിലും ഒരാളായിരുന്നെങ്കിൽ നമുക്ക് പഞ്ചായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ തോന്നുകയാണ് അറിയപ്പെടുന്ന ഏതോ ഹോളിവുഡ് നടനായിരിക്കാം, പക്ഷേ എനിക്ക് ആളെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ആരെങ്കിലും ആവട്ടെ, ചിലപ്പോൾ ഈ പടം കാണുന്ന നല്ല വേൾഡ് വൈഡ് സിനിമയിലെ നടന്മാരെ അത്യാവശ്യം നമ്മൾ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായി വരും, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ വേറൊന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല. പടം 3 കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന്, ലാലേട്ടൻ്റെ ഒരു ഭയങ്കര ഹൈപ്പോ അല്ലെങ്കിൽ ഒരു ഓവർ പ്രസൻസ് പ്രതീക്ഷിച്ച് പോവരുത്. ഉള്ള സമയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ പടത്തിൻ്റെ കഥയ്ക്കനുസരിച്ചിട്ട് നല്ല രീതിയിൽ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഉൾക്കൊള്ളുക. മൂന്നാമത്, അതിൻ്റെ മേക്കിംഗ് ഗുഡാണ്. ഒരു ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് നിങ്ങളോട് ഇപ്പോഴും പറയുന്നത്, ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ബോളിവുഡ് സ്റ്റൈലിനെക്കാട്ടിയും മുകളിൽ നന്നായിട്ട് ചെയ്യാൻ പൃഥ്വിരാജ് ശ്രമിച്ചിട്ടുണ്ട്. അത് തിയേറ്റർ കാണേണ്ട ഒരു വൈഡ് സ്ക്രീൻ മൂവി തന്നെയാണ്. അതുകൊണ്ട് മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടോളൂ.